അതുപോലെ തന്നെ 34 വയസ്സ് തൊട്ട് മലയാളം കാര്യത്തിൽ പറയുമ്പോൾ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ ഗോഷ്ടി കാണിക്കണവർക്കാണ് അതിൻ്റെ ആവശ്യം. വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ ജീവനില്ലാത്തവരെ ആരാധിച്ച് പാതിരി വേഷം കെട്ടി മണ്ടൻ ഡയലോഗ് പറയിപ്പിച്ച് മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്കൊന്ന് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല, തമ്മിൽ ചാടിപ്പിച്ച് തമ്മിൽ കുഴിയിൽ ചാടിച്ച് അവർക്ക് തമ്മിൽ റെസ്പെക്റ്റും ഇല്ല, വെറുപ്പും ഇല്ല, ഇഷ്ടമില്ല. തമ്മിൽ ഒരു ഗോഷ്ടികൾ കാണിച്ച് ചെയ്തിട്ട് ഈ ശോഷിച്ച വാക്കുകളും പറയാൻ സ്വന്തം തന്തയുടെ നല്ല റിട്ടയർഡ് നേച്ചർ അംഗീകരിച്ച് സ്പൂൺ ഫീഡിങ് ധൈര്യമില്ലാത്ത ശോഷിച്ചാവസ്ഥയിൽ മുഴുകി. പിന്നെ അവർക്ക് ഓൾറെഡി ശവമായിരിക്കും, ശവപ്പെട്ടി നിർമ്മിക്കേണ്ട ആവശ്യമില്ല. അത് പേരും വിവരമില്ലാണ്ട് കുറേ പേരെ കുടിച്ച് മൂടുന്നത് വയനാടൊക്കെ 2020, 2021, 2022 അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുക. അത് മറവി രോഗം നിങ്ങളുടെ ശരിയാക്കി തരാം ഞാൻ. മറവി രോഗം എന്താണെന്ന് പറയാം. അപ്പോൾ അത് ഇങ്ങനെയുള്ളവർ പറയില്ലേ, ഒരു കുമ്മട്ടിയും കോഹനാലും വളഞ്ഞ മോന്തലുള്ളവർ എൻ്റെ സ്ഥാനത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതല്ലാന്ന് പറയാം. ചെറുപ്പം മുതൽ കുടിച്ചിലൊക്കെ കെട്ട് കുടിച്ച് ദേഷ്യം വന്ന് അവർക്ക് കൊള്ളിട്ട് ഇറിറ്റേഷൻ വരും. അങ്ങനെ കുടിച്ച് നടന്ന് പറയിപ്പിച്ചാൽ മാത്രം അവർക്ക് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. തമ്മിൽ അവർക്ക് റെസ്പെക്റ്റ് ഇല്ല. പിന്നെ ഞാൻ തന്നെ അവർ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ 34 എന്ന് പറയുന്നത് 36 വരെ വയസ്സ് ഇപ്പോൾ 2 വർഷം കൂടി തീർന്നിട്ടുള്ളത്. 10 വർഷമോ 30 വർഷം തീർന്നാ ഇല്ല. അപ്പോൾ ഒരു സിക്കോൻ മെൻറ്റലുകളൊന്നും പറയില്ല. അപ്പോൾ കുറേ വേളാങ്കണ്ണിയും എല്ലാവരും കിട്ടാൻ ഇനിയും മനസ്സിലായിട്ടുള്ള ഈ വിഡിത്തത്തിൽ ജീവനില്ലാത്തത് ആരാധിക്കലും തുടരുകയാണെങ്കിൽ ഇനിയും കിട്ടും. പാതിരികളെ കൊണ്ട് വിലയില്ലാണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ച് സാക്രിഫൈസ് വിലയോടെ ചെയ്യിപ്പിച്ച് മധ്യസ്ഥം ചെയ്യിപ്പിച്ച് മിഥ്യാധാരണയും ജൽപ്പനയും ജപമാലയും യഹോവയ്ക്ക് അരോചക എന്ന് പറഞ്ഞു. അത് ദേഷ്യമല്ല, അത് അരോചക എന്ന് പറഞ്ഞാൽ ജലസ്യയിൽ ഒരു ഉള്ളിച്ചേർന്നുണ്ട്. അപ്പോൾ അത് കിട്ടേണ്ട സമയത്ത് കിട്ടുമെന്ന് പറയാം എല്ലാവർക്കും, എല്ലാ വിഡ്ഢികൾക്കും. അപ്പോൾ നിങ്ങളോട് പറയണമെന്ന് നിങ്ങൾ വെച്ചാൽ നിങ്ങളോട് എനിക്ക് റെസ്പെക്റ്റ് ഇല്ല. അപ്പോൾ വെറുപ്പ് തന്നെ, സ്വന്തം നാവിൽ ഉറച്ചു നിൽക്കാത്തവരോട് എനിക്ക് വെറുപ്പ് തന്നെ. അപ്പോൾ ഞാൻ പറയാം, 34 വയസ്സിൽ പനിയൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കഴിഞ്ഞ. അപ്പോൾ അത് ഞാൻ വിഷ് ചെയ്തിട്ടില്ല. ഡിസംബർ 12. ഡിസംബർ 5-ാം തീയതി ഈ കളർ കോഡ് ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ ഡേറ്റ് ശ്രദ്ധിക്കണേ. അപ്പോൾ അതിൽ 9 പേരിൽ നിന്ന് 6 പേരാണ് ചത്തകണേ. വളഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും വളഞ്ഞതിന് കൈകൊട്ടാൻ പോകുമ്പോൾ, കൃത്രിമമായതിന് കൈകൊട്ടാൻ പോകുമ്പോൾ രാത്രി തന്നെ ഈ കൊങ്കൺ ഏരിയയുടെ മഴയാണ് ഇപ്പോൾ പെയ്യണം, ഫ്ലഡ് പോലെ. മുകളിൽ നിന്ന് ഫ്ലഡ് വീഴണ പോലെയാണ്, വാട്ടർഫോൾ വീഴണ പോലെയാണ് വീഴണം. അപ്പോൾ അതിനൊക്കെ കിട്ടുന്നത് ഗുരുവായൂരിൽ നിന്ന് വരുന്ന KSRTC ഇടിക്കുന്നതൊക്കെ ആ ഒരു രീതിയിൽ തന്നെ വരണം. 9:30 കിട്ടും തന്നെ, 39.6 എന്ന രീതിയിൽ കിട്ടണം. ഒരു ഗ്ലീഷോ അത് പറയില്ലേ, അവർക്ക് മൂളാൻ കൂടി അറിയില്ല വിവരമുള്ളതുപോലെ. അത് പറയാം, ഒന്ന് പറയുമ്പോഴേക്കും മുങ്ങി നിവരേണ്ട കാര്യം പറയുമ്പോഴേക്കും പൊക്കോ ഷൂഷോ ടോൺ അങ്ങനെയാണ്. റൂം കത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ചാടാണ്. ട്രെയിന് തന്നെ അവർക്ക് അവരുടെ കൊണ്ടുപോണ്ടെന്ന് പറഞ്ഞതിന് ഒരു ചെറുത് നിൽക്കുമ്പോൾ ഞാൻ തിരിച്ച് പറഞ്ഞേക്ക് ധൈര്യത്തിൽ നിൽക്കാമെന്നറിയാം. ഇത്ര ഉയരണ്ടായിട്ടും ഈ വിഡ്ഢിത്തരം മുഴുവൻ മൂട്ടിന്ന് വിടണ പോലെ പറയാൻ നാണാവില്ലേ. അതാണ് പറഞ്ഞതിന് എല്ലാത്തിനും സമയത്തിന് എനിക്ക് എപ്പോൾ പറയണം, എപ്പം മിണ്ടണം, ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാനും ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാനും എപ്പം മിണ്ടാണ്ട് കണ്ണിൽ നോക്കി പറയണം. അയാളുടെ കണ്ടിട്ടും വായിച്ചിട്ടും മനസ്സിലാക്കാത്തവർ, സ്വയം റെസ്പെക്റ്റ് ഇല്ലാത്തവരോട് അവർ കേട്ടിട്ട് അവരൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ലേ. അതുപോലെ ആൻറ്റി ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കണം. അവരുടെ ശോഷിച്ചാവസ്ഥ, അവരുടെ നാവ്, അവരുടെ വെഡിത്തം, അവരുടെ അരുന്നൂട്ടി വാങ്ങൽ, അവരുടെ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നില്ല. അവരുടെ സ്വന്തം തന്തയുടെ തള്ളയുടെയും തമ്മിൽ കുഴി ചാടിക്കണ റീട്ടാർഡ് നേച്ചർ, വിഷമം, അവർ തിരിച്ചു നോത്തണ വിവരമില്ലായ്മ, ധൈര്യമില്ലാത്ത ശവം പോലെ ജീവിക്കണതിന് വീണ്ടും അവർ ശവപ്പെട്ടിയിലാവേണ്ട കാര്യമില്ല, പൂക്കളോണ്ട് വിരിക്കേണ്ട കാര്യമില്ല, കരഞ്ഞിട്ട് കാര്യമില്ല അവർ ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിയില്ലാത്ത വെഡ്ഡികൾ പറയുന്നത് ശരിയല്ലേ. അപ്പോൾ ആ രീതി. അപ്പോൾ ഈ കളർ കോഡിലുണ്ടായത് ആ 96 എന്ന രീതിയിൽ 2000 എനിക്ക് 6-ാം ക്ലാസ് തികയുമ്പോൾ 12 വയസ്സ് കാണാണ്ടാവണ പോലെ തന്നെ ഡിസംബർ 16-ാം തീയതിക്ക് ഇവർ ഈ പെണ്ണിൻ്റെ നവവധുവിടെ ബർത്ത്ഡേ ഉള്ള പോലെ 16 ശ്രദ്ധിക്കണം. 8-8 12-ൻ്റെ കൂടെ 12:00 സമയമായിട്ട് കാണിക്കാം. അപ്പോൾ ഈ കാനഡയിൽ ജോലിച്ചാണ്. കാനഡ എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലം. അവിടെ എൻ്റെ കൂടെ പഠിച്ച കുറേ കിറുക്കുള്ള സ്ക്രൂ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറേ വേറെ എന്ത് വെട്ടിത്തരം ആലോചിച്ച് അവിടെ വർക്ക് ചെയ്യണവർ കുറേ ഉണ്ട്, കുറേ കാര്യം തൊട്ടി വാങ്ങിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അതും അങ്ങനെയുള്ളൊരു മെറ്റീരിയലിസ്റ്റിക് നേച്ചറിന് വേണ്ടി പൊരുതാൻ നിൽക്കണവർ വെഡ്ഡി അഹങ്കാരത്തിൽ പൊലിഞ്ഞു പോകാനും ചെയ്യും. അപ്പോൾ ക്വാളിറ്റിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാവ് ഉപയോഗിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ രീതി എല്ലാവർക്കും അറിയാം.
അപ്പോൾ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷികൾക്കും മൃഗാദികൾക്കും അറിയാം എന്താ ക്വാളിറ്റി എന്ന്. അവർക്ക് സ്വന്തം തന്തയുടെ തലയുടെ റീട്ടാർഡ് ജീവനില്ലാത്തത് ആരാധിക്കുന്നു പറയുന്നതും പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ല. അതാണ് വിഡ്ഢിത്തം. അവർ സ്വന്തമായിട്ട് വിവരമില്ലാത്ത കാര്യങ്ങൾ പറയാറില്ല, വിവരമുള്ള കാര്യങ്ങൾ പറയാറില്ല. അപ്പോൾ ഇത്ര മലയാളമൊക്കെ പഠിച്ചു എന്നിട്ടും അവർക്ക് എപ്പോൾ എന്ത് സംസാരിക്കണം എന്നുള്ള കഴിവില്ല. അപ്പോൾ അങ്ങനത്തെ പറയുമ്പോൾ അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു വേർഡ് ഷോർട്ട്സോട് പറയുമ്പോൾ തിരിച്ച് ആ വേർഡല്ലേ പറയണം, മനസ്സിലാക്കാം. അപ്പോൾ ഡിസംബർ 12-ന് എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാണ്ടാകുമ്പോൾ അവന് 34 വയസ്സ് തികയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 37 വയസ്സായിരിക്കുമ്പോൾ 7 3 21 ആ രീതിയിൽ കിട്ടും. അപ്പോൾ പറയാം 10 വർഷം, ഒരു വർഷത്തിനുള്ളിൽ കിട്ടുമെന്ന് പറയുന്നത് 5 12 3 + 5 6 7 8 ആ രീതിയിൽ പറയണ. അപ്പോൾ ഈ പത്തനംതിട്ടയിലുണ്ടാവണ മല്ലശ്ശേരി എന്നുള്ള 7 കിലോമീറ്റർ ഉള്ളവരുടെ വീട്ടിലേക്ക് ദൂരം 2 അമ്മായിപ്പന്മാരും ഉറങ്ങിപ്പോയി. കിട്ടേണ്ട 4 പേർക്കും കിട്ടി. ശബരിമല ബസ്സിനെ ഇടിച്ചിട്ടാണ് കിട്ടിയത്. അതുപോലെ കളർ കോഡ് ഉണ്ടായത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വരണ ബസ്സിൽ ഇടിച്ചിട്ടാണ് കിട്ടിയത്. അപ്പോൾ എല്ലാം കണക്ഷൻ അനുസരിച്ച് കിട്ടുന്നുണ്ടാവും. നല്ല മഴയത്ത് തന്നെ കിട്ടിയാണ്. അപ്പോൾ ബ്രേക്കസ് ശരിയാവാണ്ടാവാം. ഓക്കെ, ആലോചനത്തിന്. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിൻ്റെ സമയം 7 എന്ന് പറയുന്നത്. അപ്പോൾ അതും നടക്കുന്നത് ഈ ഡിസംബർ 15-നാണ്. ഓർക്കുക, 15-ഉം 5-ാം തീയതി കളർ കോഡ്. അപ്പോൾ 1 + 5 6 56 എന്ന രീതിയിൽ ശരിക്കും മുങ്ങി നിവരേണ്ട സമയത്ത് ഞാൻ 3rd സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡ് ചേരുന്ന സമയത്തും പിന്നെ 2nd 3rd സ്റ്റാൻഡേർഡ് ചേർന്നത് 95 96-ൽ മൂത്തരും അനിയും തമ്മിൽ വ്യത്യാസം അറിയാണ്ടുള്ള ആ സമയത്ത് തന്നെ 5 6 2 3 6 2 3 4 5 അമ്മയ്ക്ക് 65 വയസ്സ് 96-ൽ. അപ്പോൾ അതിന് 69 വയസ്സിൽ മരിക്കുന്നതും 2000-ൽ 6ാം ക്ലാസ്സിൽ 6 പേര് മരിക്കുന്നതും കളർ കോഡിൽ ആ രീതിയിൽ തന്നെ പോകണം. ആ കണക്ഷൻ രീതിയിൽ തന്നെ പോകും. ഇത് ആലപ്പുഴയിലാണെങ്കിൽ അത് പത്തനംതിട്ടയിൽ മല്ലശ്ശേരി സരി അലീസ രീതിയിൽ നോക്കാം. മലേഷ്യയിൽ നിന്ന് കുവാലലംപൂരിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഹണിമൂൺ കഴിഞ്ഞ ഒരാഴ്ച തീർന്നില്ല കല്യാണം കഴിഞ്ഞിട്ട്. ഡിസംബർ 16-ാം തീയതി നവവധുവിടെ ബർത്ത്ഡേ, തലേദിവസം തന്നെ പുലർച്ചെ തന്നെ ചത്തു. അപ്പോൾ മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നോട് എൻ്റെ മുഖത്ത് നോക്കി ഞാനും താഴ്ത്തിയും പൊക്കി പറയുമ്പോൾ അല്ലെങ്കിൽ ആരോട് ഹലോ പറയുമ്പോൾ പൂർണ്ണ അറിവോടെ ചെയ്യുക. അല്ല ആരെങ്കിലും അല്ല ആണെന്ന് പറയാനോ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മൂട്ടിൽ നിന്ന് വിടണ പോലെ പറയലല്ല. എന്താ ചെയ്യേണ്ടത് അതിന്? അങ്ങനെ ആരും കുമ്മുട്ടി കോഹനാലും കുഞ്ചാരിയിൽ പറയില്ലേ. നിങ്ങളിപ്പോഴും മാറാൻ തയ്യാറല്ല. നിങ്ങളോട് എനിക്ക് റെസ്പെക്റ്റ് ഇല്ല. തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാത്ത കാരണം മരുന്ന് കൂട്ടി വാങ്ങൽ തുടരാണ്. നിങ്ങൾ വിഡ്ഢികളുടെ തന്നെ റെസ്പെക്റ്റിൻ്റെ ആവശ്യം. സാധാരണക്കാരാണെങ്കിൽ ജീവനുള്ള വിഡ്ഢിത്തത്തിൽ നിന്ന് മാറി ധൈര്യത്തായി ജീവിച്ച് ശ്രേഷ്ഠമായ ജീവിതം നയിക്കാൻ നോക്കുക. അതുകൊണ്ട് വിഡ്ഢിത്തത്തിൽ തുടർന്ന് അത് ജീവിതം എന്നല്ല പറയേണ്ടത്. ശവം പോലെ ഒരു സൂക്ഷിച്ചാവസ്ഥ മുഴുകിയിട്ട് പിന്നെ ഒരു ശവപ്പെട്ടിയുടെ ആവശ്യമില്ലാന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പൂക്കളും ഇരിക്കേണ്ട ആവശ്യമില്ല. എന്ത് വേസ്റ്റാണത്? അപ്പോൾ അത് പറയാം. അപ്പോൾ വെറുപ്പുണ്ടെങ്കിൽ വിഡ്ഢിത്തം മാറ്റാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ വിഡ്ഢികൾ ജീവനില്ലാത്ത ആരാധിച്ച് പറഞ്ഞ് നടക്കണവർ, തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാത്തവർ, തമ്മിൽ കുഴിയിൽ ചാടിക്കണവർ, തമ്മിൽ വിഡ്ഢിത്തം മാറ്റാനുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ക്ലീശോ ആരെങ്കിലും ട്രെയിൻ നേരത്തെ കൂട്ടി ചാവേണ്ട കുരുട്ട് ബുദ്ധിയുള്ള മോന്തകൾ കണ്ടറിയാം. ഇങ്ങനെ മുഖത്തൊക്കെ പറയില്ല. അപ്പോൾ കഴുത്തിന് കൊളി കിട്ടിയിട്ട് പിടിച്ച് കുണ്ടിക്കടിച്ച് ഓടിപ്പിക്കുമെന്ന് അറിയാം, കാലുകൊണ്ടായാലും കൈ കൊണ്ടായാലും. പക്ഷെ മനസ്സിലാക്കുക എന്തിനാന്ന് ചോദിച്ചാൽ ആ രീതിക്ക്. പക്ഷെ അങ്ങനെയല്ല പറയണേ. അപ്പോൾ പറയാം, എന്ത് ലവ് വീഡിയോസ് കണ്ടാലും എന്ത് പെണ്ണും ആണും തമ്മിൽ കണ്ടാലും ഞാൻ പറയാം കുറ്റം പറിച്ചതാണ് വ്യത്യാസം. മേശയുടെ ഗുട്ക കഴിച്ച് ഡ്രഗ് അടിച്ച് കൊള്ളണില്ല, ഇറിറ്റേഷൻ ഇല്ല. ഗുട്കയും കുടിച്ച് ബീഡി വലിച്ച് ഗുട്കി മൂക്കുപൊടി വലിച്ച് നടക്കണ പോലെയല്ല. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ഹാരിസെന്ന് വിളിച്ചിട്ട് ഒരു 9 വർഷം അവിടെ ഉണ്ടായിരുന്നു, 4 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഇഷ്ടമില്ലാത്ത സ്ഥലം ഏതാണെങ്കിലും ഓക്കെ. അപ്പോൾ അവിടെ ഒരു വിഡ്ഢിന്നല്ല, ശോഷിച്ചാവസ്ഥ കാരണം, അവരുടെ സൗണ്ട് കാരണമാവാം, പൂർണ്ണമായിട്ട് അറിവില്ലായ്മ കാരണമാവാം, ഒരു പഠിപ്പിനെ കുറിച്ചോ മാർക്കിനെ കുറിച്ചോ എക്സാമിനെ കുറിച്ചോ മൂത്രപ്പുരനെ കുറിച്ചോ പരിസരത്തെ കുറിച്ചോ വിഡ്ഢി സാർമാരെ കുറിച്ചോ കാലോട് 21 ദിവസം കടന്നെ കുറിച്ചോ ഒന്നിനെ കുറിച്ച് അതിനെക്കുറിച്ച് എന്താണെന്നൊന്ന് അന്വേഷിക്കാൻ, ചെറിയൊരു കാര്യം അന്വേഷിക്കാൻ വരണ്ടേ?
അതില്ല. അപ്പം എനിക്കറിയാം അവരുടെ മോതിൽ എഴുതി വെച്ചിട്ടുണ്ട് വിഡ്ഢിത്തം, ധൈര്യമില്ലായ്മ. അപ്പോൾ ആ രീതിക്ക് തന്നെ പോണേ. ആ ഏത് സുഭാഷ് ചന്ദ്രൻ ആരായാലും ഇത്ര ഉയരണ്ടായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ഒന്ന് മുഖത്ത് നോക്കി ഒന്ന് തിരിഞ്ഞോ എന്നും. അപ്പോൾ ആ രീതിയിൽ പോയി ഇത് എന്ത് പാട്ട് എൻ്റെ സ്റ്റേജിൽ പെർഫോമൻസിൽ ഡ്രാമ നല്ല ഹൈ ലെവലെത്തിയോ, തോറ്റോ, പരീക്ഷയിൽ തോറ്റോ, താഴ്ത്തി പറയാനോ പൊക്കി പറയാനോ ഒരിക്കലും മുഖത്ത് നോക്കിയൊന്ന് തോണ്ടി ഒന്നും പറയാനുള്ള ഇതില്ല അന്നേ തൊട്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഞാനത് പറഞ്ഞാൽ മാർച്ച് ചെയ്യുമ്പോൾ ഒരു അപ്പം അങ്ങനത്തെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാണ്. അപ്പോൾ ഒരുന്ന് ബാക്കിയുള്ളവർ വിഡ്ഢിത്തത്തിന് കൈയടിച്ച് നടക്കണ പോലെയല്ല. അവർ ബലാത്സംഗം ചെയ്തു, അത് പറഞ്ഞില്ലാന്ന് പറഞ്ഞിട്ട് ഫാമിലി കൊലപാതകം ചെയ്തു, അവർ അവിടെ കുത്ത് കൂട്ടി, അവിടെ മറ്റേത് ചെയ്തു, അടിപൊളി ഉണ്ടായിന്ന് പറഞ്ഞിട്ട് ഇതിന് അയ്യെന്ന് പറയുമ്പോൾ ഇതിന് ഈ സ്റ്റോറി കാണിക്കുമ്പോൾ വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ വിഡ്ഢി ജീവനില്ലാത്തതിനെ ആരാധിച്ച് പാതിരി വേഷം തന്നെ വെളിഞ്ഞ് ഇൻ്റർവ്യൂക്ക് മോന്തയും കാണിച്ചു കൊടുക്കുമ്പോൾ കൈ അടിക്കണവർ ഈ ശോഷിച്ച പാട്ടുകളായിട്ട് സമയം കളയണവർ, വേസ്റ്റ് ആക്കണവരാണ്. അവർക്ക് റെസ്പെക്റ്റ് സ്വയവും ഇല്ല, തമ്മിൽ കുഴിയിൽ ചാടിക്കണവർക്ക് മനസ്സിലായ ജീവിതം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെന്താ ചെയ്യുക? സ്വന്തം നില മറന്ന് സ്വന്തം വാല്യൂ കളഞ്ഞ് സ്വയം അധിക്ഷേപിക്കലും സ്വന്തം ലോവർ ക്വാളിറ്റി കാണിക്കുന്നില്ല ജീവിതം എന്ന് പറഞ്ഞാൽ. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ഒരു ജീവിതം കാണിക്കുക. അത് മണ്ടത്തരമല്ല ജീവിതം എന്ന് പറഞ്ഞാൽ. മണ്ടത്തരം ഞാൻ ശവം പോലെ സൂക്ഷിച്ച അവസ്ഥയിൽ മുഴുകി സ്പൂൺ ഫീഡിങ് കോപ്പി കാറ്റായിട്ട് നേരെ ശവപ്പെട്ടിയിലും കിടക്കേണ്ട ആവശ്യമില്ല. അതാണ് കുറേ എണ്ണത്തിന് പേരും വിലാസവും ഇല്ലാണ്ട് കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ 2020 2021 2022 നേരെ തിരിഞ്ഞ് 2024 അപ്പോൾ എല്ലാ രീതിക്കും അങ്ങനെ വരണം. അപ്പോൾ വയനാടും കൊറോണയുടെ കാര്യം പറഞ്ഞ കോർബെക്സ് ബസ്സിൽ പോയി. അപ്പോൾ പിന്നെ അങ്ങനത്തെ താഴ്ത്തി പറയുകയാണെങ്കിലും പൊക്കി പറയുകയാണെങ്കിലും മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ അങ്ങനത്തെ നിങ്ങളെ റെസ്പെക്റ്റിൽ സ്വയം നിങ്ങളെ സമാധാനിപ്പിക്കുകയാണോ എല്ലാണെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കേണ്ട ശ്രേഷ്ഠമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. എനിക്ക് കണ്ടു വളരുന്നതാണെങ്കിൽ അറിവോടെ കണ്ടു വളരും. അല്ലാണ്ട് അറിവില്ലായ്മ, സ്പൂൺ ഫീഡിങ്, തലയുടെ റിട്ടയർഡൈസർ അനുകരിച്ച് അതേപടി ശോഷിച്ചാവസ്ഥയിൽ മുഴുകിയിട്ടല്ല കണ്ടു വളരേണ്ടത്. അപ്പോൾ മനസ്സിലാക്കുക എന്താണ് അതൊക്കെ ആൻറ്റി ക്രൈസ്റ്റ് ശോഷിച്ചാവസ്ഥയാണ്. ആ ആൻറ്റി ക്രൈസ്റ്റിൽ നിന്ന് മാറി മികവിലേക്ക് നയിക്കാനുള്ളത് ഏഞ്ചൽസ് എന്ന് പറയുന്ന മനുഷ്യർ തന്നെയാണ്. അത് ചിറക് കാണിച്ചത് വിഡ്ഢിത്തത്തിൽ നിന്ന് മാറി മികവിലേക്ക് നയിക്കണ രീതിയാണ് കാണിച്ചതാണ്. അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ടും ഇട്ട് പെർഫെക്ഷൻ വന്ന് മായഞ്ഞു പോയി എല്ലാ സമയത്തിനനുസരിച്ച് വന്നിട്ടും എല്ലാം പറഞ്ഞു കേട്ടിട്ടും കണ്ടറിഞ്ഞിട്ടും പറഞ്ഞിട്ടും അതേപടി അവഗണിച്ച് ഇല്ലാണ്ട് അതേപടി നിങ്ങൾ തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാത്തവർ, തമ്മിൽ കുഴിയിൽ ചാടിക്കണവർ, ഭാര്യ ഭർത്താക്കന്മാരായാലും തമ്മിൽ കുടുംബത്തിൽ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിയിൽ ചാടിക്കണവർ, വിഡ്ഢിത്തം മാറ്റാനുള്ള കാര്യങ്ങളോട് പറയണം. നിങ്ങൾ വിഡ്ഢിത്തം മാറ്റാനുള്ള കാര്യങ്ങൾ പറയൂ. ഇല്ല, നിങ്ങൾക്ക് സ്വയം റെസ്പെക്റ്റ് ഇല്ല, അപ്പോൾ എനിക്ക് തന്നെ നിങ്ങളോട് റെസ്പെക്റ്റ് വേണം എന്നിട്ടും പറയുന്നുണ്ട് വിഡ്ഢിത്തം മാറ്റാൻ. അപ്പോൾ തമ്മിൽ കുഴി ചാടിക്കണവർ ഇപ്പോൾ ഇതന്നെ മാറാൻ തയ്യാറല്ല. ഈ പാതിരികളുടെ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ പാതിരികളുടെ അതൊക്കെ വെറുതെ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ആൻറ്റി ക്രൈസ്റ്റ് ശോഷിച്ചാവസ്ഥ ലോവർ ക്വാളിറ്റി കാണിച്ച് ഇല്ലാണ്ടാവാണ്. അപ്പോൾ മനസ്സിലാക്കുക വിഡ്ഢിത്തം എവിടെയാണ്, വിവരം എവിടെയാണെന്ന്.